പ്രിയ സുഹൃത്തുക്കളെ, സമുദായ സ്നേഹികളെ, പ്രവർത്തകരെ, കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ മഹാത്മാ കാവാരിക്കുളം കണ്ണൻകുമാരനെ കുറിച്ച് പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ് സാറ്, അധ്യാപകനും ചരിത്ര പണ്ഡിതനുമായ പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ് സാറ് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കാവാരിക്കുളം കണ്ണൻകുമാരൻ ഒരു ചരിത്ര പഠനം എന്ന പുസ്തകത്തിനെ നിങ്ങളെല്ലാവരും മിക്കവരും വായിച്ചിട്ടുണ്ടാകും. ആ പുസ്തകത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ. അതുകൊണ്ട് അതിൻ്റേതായ ചില ബാലാരിഷ്ടതകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. സ്വയം സഹകരിക്കുക. ഈ പുസ്തകം നിങ്ങളെല്ലാവരും മിക്കവരും വായിച്ചിട്ടുള്ളതാണ്. പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ് സാറ് രചിച്ച് കാവാരിക്കുളം കണ്ണൻകുമാരൻ നവോത്ഥാനത്തിന്റെ വഴികളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള കാവാരിക്കുളം കണ്ണൻകുമാരനെ കുറിച്ചുള്ള ഒരു ചരിത്ര പഠനം എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം കേരളത്തിലെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് ഉള്ള നാൾവഴികളാണ് അവതരിപ്പിക്കുന്നത്. പ്രൊഫസർ ജയരാജ് അവர்களാണ് ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. വളരെ നല്ല ഒരു മുഖവുരയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കാരണം മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്ത സേവനങ്ങൾ, കാര്യങ്ങളും ഒക്കെ തന്നെ പൊതുസമൂഹത്തിൽ ഒരു 19 വർഷമായിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊതുസമൂഹത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും കാവാരിക്കുളം കണ്ണൻകുമാരൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് കേരളീയ സമൂഹം വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. അതിനൊരു മാറ്റമായിരിക്കാം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൂടി ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. വളരെ നല്ലൊരു അവതാരികയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പിന്നീട് പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ് സാറ് ഈ പുസ്തകം എഴുതാനുള്ള സാഹചര്യവും അതിന് അദ്ദേഹം ശ്രമിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിന് കിട്ടാനുള്ള റോ മെറ്റീരിയൽസ് ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഈ വളരെ റിട്ടയർഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, ഒരു പ്രൊഫസറാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചും അതിന് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് DTV ചെലവിന് വേണ്ടി പൈസ അയച്ചു കൊടുത്ത കോട്ടയം സ്വദേശിയായ ഒരു തമ്പിയുടെ കാര്യം പറയുന്നുണ്ട്. സംഭവ മഹാസഭയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീ രാമചന്ദ്രൻ മുല്ലശ്ശേരി അവർ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ചെയ്ത സഹായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റ് രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ച സഹായങ്ങളും ഒക്കെ തന്നെ ഈ പുസ്തകത്തിൽ ഇതിന്റെ മുഖവരിയിൽ കൂടി അദ്ദേഹം നമ്മളോട് പറയുന്നു. ഈ പുസ്തകം കേരള ഭാഷ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന് ഏകദേശം 8 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 8 അധ്യായങ്ങളെന്ന് വെച്ചാൽ, ഒന്നാമത്തെ അധ്യായത്തിൽ കേരള നവോത്ഥാനത്തിന്റെ നാൾവഴികൾ, കേരള നവോത്ഥാനമുണ്ടായ വഴി എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ സാഹചര്യവും മറ്റുള്ള ഘടകങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതൊരു നീണ്ട അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. ഏകദേശം 10-20 പേജോളം ആ അധ്യായത്തിൽ 21 പേജുകൾ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരധ്യായം, ആദ്യത്തെ അധ്യായം 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, അതൊരു വലിയ അധ്യായം ആയതുകൊണ്ട് ഒറ്റ വീഡിയോ ആകുമ്പം കേൾക്കുന്നവരും ഒരുപക്ഷെ മുഴുവൻ അത് കേൾക്കുവാനുള്ള തയ്യാറെടുപ്പ് എളുപ്പത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ആ 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യകൗമാര കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ സംഘടനാ രൂപീകരണം, അദ്ദേഹം ജനവിഭാഗത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ആ സംഘടന, 4ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന ആ സംഘടന കേരളത്തിലെ വിശിഷ്ട സംഭവ നവോത്ഥാനത്തിന്റെ ഒരു ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയുന്നു.
5-ാമത്തെ അധ്യായത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ദലിത് നവോത്ഥാനമായവരും അതിന്റെ ഫലമായിട്ടുണ്ടായ സാമ്പത്തികപരമായിട്ടുള്ള നവോത്ഥാനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. 7-ാമത്തെ അധ്യായത്തിൽ പ്രജാസഭയിൽ നിങ്ങൾ അറിയുന്ന പോലെ കവാരിക്കുളം കണ്ണൻകുമാർ എന്ന് വെച്ചാൽ മഹാത്മാ അയ്യങ്കാളി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ പ്രജാസഭയിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു MLA പോസ്റ്റ് ആ പോസ്റ്റിൽ 16 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രജാസഭയിൽ ഭൂമിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. 8-ാമത്തെ അധ്യായത്തിൽ പ്രതിസന്ധിയും അതിജീവനവും എന്നാണ് ആ അധ്യായത്തിൽ നേരിട്ടിരിക്കുന്നത്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രൊഫസർ കുഞ്ഞുണ്ണി സാറ് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കവാരിക്കുളം കണ്ണൻകുമാരൻ യജമാനന് അനുഭവിക്കേണ്ടി വന്ന ആ വിഷമതകൾ, അദ്ദേഹത്തിന്റെ മരണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് 1-ാമത്തെ അധ്യായം കേരള നവോത്ഥാനം എന്ന നാൾ വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ഒരു ഒറ്റ പോസ്റ്റിംഗിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ അദ്ദേഹം കേരള നവോത്ഥാനം എന്ന നാൾവഴി എന്ന പുസ്തകത്തിൽ എന്ന ആ ഫസ്റ്റ് അധ്യായം ലോകത്ത് തന്നെ ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതൊക്കെ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അടിമത്തത്തിനും സാമൂഹിക വിവേചനങ്ങൾക്കും എതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഏകദേശം നൂറ്റാണ്ടുകളോളം ചരിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം ആരംഭിക്കുന്നത്. അതായത് പണ്ടുകാലത്ത് അടിമകൾ ഉടമകളുടെ സ്വകാര്യ സ്വത്തായിരുന്നു. അവരെ വിൽക്കാനും വാങ്ങുവാനും ഒക്കെ തന്നെ ഈ അടിമകളെ വിൽക്കാനും വാങ്ങുവാനും ഒക്കെ തന്നെ അവരുടെ യജമാനന്മാർക്ക് അവകാശമുണ്ടായിരുന്നു. എന്നാൽ സ്വത്തവകാശമോ വിദ്യാഭ്യാസ അവകാശങ്ങളോ ഒന്നും തന്നെ ഈ അടിമകൾക്ക് ലഭ്യമല്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അടിമകൾക്ക് ഈ പൌരാവകാശങ്ങളൊന്നും തന്നെ ലഭ്യമല്ലായിരുന്നെങ്കിലും കഠിനമായിട്ടുള്ള അധ്വാനം, അവരുടെ അധ്വാനശേഷി ഈ ലോകത്തിന്റെ തന്നെ വികസനത്തിനും ഭൗതികപരമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടിയൊക്കെയാണ് അടിമകൾ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം പ്രൊഫസർ കുഞ്ഞുണ്ണി സാറ് ഉദാഹരണ സഹിതം വിശദമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ആദ്യമേ പറയുന്നത് റോമാ സാമ്രാജ്യത്തിനെക്കുറിച്ചും ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചുമൊക്കെയാണ്. ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആ പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് അടിമകളാണ്. അടിമകളുടെ വിയർപ്പിന്റെ ഫലമാണ് ആ ഈജിപ്തിലെ പിരമിഡുകൾ. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യം നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ചെല്ലുണ്ട്, റോം വാസ് നോട്ട് ബിഗിൻ. റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പറയുന്ന പോലെ ഈ റോമാ സാമ്രാജ്യത്തിന്റെയും നിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള അടിമകൾ ആയിരുന്നു. ഇന്ന് ആ അടിമകളുടെ കഠിനാധ്വാനമാണ് റോമാ സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നാൽ റോമിൽ നിലനിന്ന പൌരാവകാശങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ജനാധിപത്യ അവകാശങ്ങളോ ഒന്നും തന്നെ അടിമകൾക്ക് ബാധകമല്ലായിരുന്നു. അവർ ഈ കഠിനമായ അധ്വാനങ്ങൾ നടത്തി വളരെ മൃഗീയപരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമായപ്പോൾ ചരിത്രത്തിന്റെ പല ഘട്ടത്തിലും ഈ അടിമകൾ അതിനെതിരെയുള്ള പോരാട്ടം, അവരുടെ പൌരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പല കാലഘട്ടത്തിലും കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് BC 104 സിസിലി എന്ന് പറയുന്ന ദേശത്ത് 30 അടിമകൾ തങ്ങളുടെ യജമാനെ വകവരുത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറയും. എന്നാൽ ആ യജമാനെ വകവരുത്തിയതിൽ തന്നെയും പിന്നീട് ആ അടിമകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ അവിടുത്തെ മറ്റുള്ള വ്യക്തികൾക്ക് കഴിഞ്ഞു. ആ പോരാട്ടത്തിനെ നിഷ്കരുണം അഴിച്ചമർത്തിയെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഏകദേശം BC 74 സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു അടിമയുടെ നേതൃത്വത്തിൽ ഏകദേശം 3 വർഷത്തോളം നീണ്ടുനിന്ന വലിയൊരു യുദ്ധം, ഈ അടിമകളുടെ വലിയൊരു പോരാട്ടം, റോമാ സാമ്രാജ്യത്തിലെ മുഴുവൻ അടിമകളും സ്പാർട്ടക്കസ് എന്ന് പറയുന്ന അടിമത്തലവന്റെ നേതൃത്വത്തിൽ വലിയൊരു പോരാട്ടം റോമാ സാമ്രാജ്യത്തിൽ നടത്തി.
എന്നാൽ ആ റോമ സാമ്രാജ്യം